പെരുന്നാളിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള അടിപൊളി കിടിലൻ ഡെസേർട്ടുകളുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 5 ഡെസേർട്ടുകളാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാം നല്ല ടേസ്റ്റിലുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഈ ഒരു റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യത്തിനുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ മതി. ഇനി ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം, ഈ ഒരു പാലിൽ കോൺഫ്ലവറൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കോൺഫ്ലവറാണ്, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയിട്ട് ഇതാ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള മോൾഡിൽ പെട്ടെന്നൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട് ഞാനെന്താ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങ് കട്ടയായിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്കങ്ങ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് തണുപ്പിച്ചെടുത്താൽ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഡീമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ബൗളിൽ കുറച്ച് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിൽക്ക് പൗഡറിൽ ഈ ഓരോ പീസും ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാണ് നമ്മുടെ മിൽക്ക് പുഡിങ്. നല്ലൊരു മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മിൽക്ക് പുഡിങ്. അപ്പോൾ ചൈന ഗ്രാസും ജെലറ്റിനൊന്നും വീട്ടിലില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു മിൽക്ക് പുഡിങ്. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ അതിലേക്ക് കുറഞ്ഞ ചേരുവകളും മതി. അപ്പോൾ പെരുന്നാളിനൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് ഓറഞ്ചൊന്നും കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഓറഞ്ചും ഇതുപോലെ പകുതി വെച്ചിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നീരെടുക്കാം കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു തോട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. തോട് കളയരുത് കേട്ടോ. തോടിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുക്കണം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് അങ്ങ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ഭാഗം പെടരുത് കേട്ടോ. വൈറ്റ് ഭാഗം പെട്ടാൽ കൈപ്രസം വരും. ആ ഒരു ഓറഞ്ച് ഭാഗം മാത്രം 1/2 ടീസ്പൂൺ മതി. അപ്പോൾ അത് ഇതുപോലെ എടുത്ത് വെക്കുക. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ കൂടുതൽ പാൽ എടുത്തിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 50 മില്ലി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഇത് വരിക. കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ, നന്നായിട്ട് ചൂടാറാൻ നോക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്
നല്ല മധുരമുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ തോടുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പകുതിയിൽ ഓറഞ്ചിൻ്റെ തൊലിയിലും ഇതുപോലെ കസ്റ്റാർഡ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. ഞാൻ മുകളിൽ ഡെക്കറേഷനായിട്ട് ഒരു ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്ത് ഒന്നങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ പെരുന്നാളിനൊക്കെ ഇതുപോലെയും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചീസ് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂണ് ജലറ്റിനാണ് എടുത്തിട്ടുള്ളത്. ജലറ്റിന് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് കുതിരാൻ ആവശ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള 2 തരം ബിസ്ക്കറ്റുകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു തരം ബിസ്ക്കറ്റ് അങ്ങനെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇവിടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായതുകൊണ്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. അതും ആരോറൂട്ട് ബിസ്ക്കറ്റുമാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ബട്ടർ മാത്രം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എത്രയാണ് ആവശ്യമുള്ളത് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ബട്ടറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോൾഡ് വേണം. അപ്പോൾ നിങ്ങൾക്കിത് നേരിട്ട് മോൾഡിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ക്ലീൻ റാപ്പ് ഒന്ന് ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊക്കിയിട്ട് അതങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാം, കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 100 ഗ്രാം ക്രീം ചീസാണ് കേട്ടോ ഞാൻ ഈ ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ക്രീം ചീസിന് ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കൂടുതൽ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ആവുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജലാറ്റിനും കുതിർത്തെടുത്തിട്ടുള്ള ജലാറ്റിനും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു ബൗളിൽ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് സമയം ഒന്ന് ഇറക്കി വെച്ചാൽ ജലാറ്റിൻ അങ്ങ് മെൽറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇറക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കേക്കിലേക്ക് ആവുന്ന പോലെ സ്റ്റിഫ് ആവുമൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് അങ്ങ് ബീറ്റായി വന്നാൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ചീസിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു മെൽറ്റാക്കി എടുത്തിട്ടുള്ള ജലറ്റിൻ ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം വേണം കേട്ടോ അടുത്ത ലെയർ നമ്മൾ സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പോളം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിലോ മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളിതാ സെറ്റായി വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കവർ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ റാപ്പ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും.
ഇനി നമുക്ക് സൈഡിലും അടിയിലൊക്കെ ആയിട്ടുള്ള ഈ ഒരു ക്ലീൻ റാപ്പ് പതുക്കെ അങ്ങ് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തുമായിട്ട് ഒരേ കണത്തിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റും ഒന്നങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. ഗണാഷിയാണ്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് സെറ്റായിട്ട് വരിക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. അടുത്തത് നമ്മൾ ചൂടോടെയും തണുപ്പോടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. ഡെസേർട്ട് എന്നും പറയാം, അല്ലെങ്കിൽ നല്ലൊരു സ്വീറ്റ് എന്നും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലാണ് മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുറുകി വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇതാ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൈദയിൽ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ബാറ്റർ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സേമിയയാണ്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുനാഫൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ പെരുന്നാളിനൊന്നും കുനാഫാഡോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു കുനാഫയുടെ ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും. തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് 2 ബ്രെഡുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിതാ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തിന്നായിട്ടുള്ള സേമിയ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഒരു പാനിൽ ബട്ടറാണ് ആക്കി കൊടുക്കുന്നത്. ബട്ടറാക്കി കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. സേമിയ കരിഞ്ഞു പോയത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും അങ്ങ് മൊരിച്ചെടുത്താൽ മതി. സാവധാനം മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് സാവധാനം മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് മൊരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരക്ക് കംപ്ലീറ്റ് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം. അപ്പോൾ കുനാഫടോവർക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ കുനാഫയൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കുനാഫയുടെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അടുത്ത ഡെസേർട്ട് ചൈന ഗ്രാസും ജെലറ്റിനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളത് സെറ്റ് ചെയ്യാനുള്ള ബൗളൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് മാറ്റാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറി വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുത്ത് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി വരും. എന്നിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കൂടുതൽ കുറച്ച് ഡെക്കറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ബൂസ്റ്റ് പൗഡർ എടുത്തിട്ട് അതിലൊന്ന്
കോട്ട് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് പുഡിംഗ് ഒക്കെ ചെയ്തില്ലേ മിൽക്ക് പൗഡറിൽ കോട്ട് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബൂസ്റ്റ് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മിൽക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ്. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബൂസ്റ്റ് പൗഡർ വേണമെന്നില്ല, വേണ്ടവർക്ക് ഇതുപോലെ കുറച്ച് വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്